ദൈവത്തിന് മഹത്വം. ഈ വീഡിയോ കാണുന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം രേഖപ്പെടുത്തുന്നു. ഇത് IAGM യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് ചില അടയാളങ്ങളെ കർത്താവ് തിരുവചനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ അടയാളങ്ങളിൽ ഒന്നാമതായി ക്രിസ്തീയ സഭയിൽ എന്താണ് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒത്തിരി വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ദയവായി ആ വീഡിയോയെ IAGM എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ അതിൻ്റെ രണ്ടാം ഭാഗം യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് യഹൂദ രാജ്യത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ കുറിച്ച് ചില വിഷയങ്ങളെ ചരിത്രപരമായിട്ടും തിരുവചനത്തിൽ നിന്നും ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിലെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്ത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ലോകത്തിൽ എന്താണ് സംഭവിക്കുക, യഹൂദന്മാരിൽ എന്തൊക്കെ സംഭവിക്കുന്നു, സഭയിൽ എന്താണ് സംഭവിക്കുന്നു എന്നുള്ള വിഷയങ്ങളെ വിവരിച്ചു വന്നതിനു ശേഷം 32-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്ത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യേശുവിന്റെ വരവിന് മുൻപ് അത്തി തിളിർക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അത്തിയെക്കുറിച്ചും യഹൂദന്മാരെ കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലം മുഴുവനും പ്രത്യേക കേരളത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കും ക്രിസ്തീയ വിഭാഗങ്ങൾക്കും ഏകദേശമുള്ളവർക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ഈ യഹൂദന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാനുള്ള കാരണം തന്നെ പുസ്തകങ്ങൾ വായിച്ച് ഗ്രഹിപ്പാൻ കഴിയാത്തവർക്കും ഈ സത്യങ്ങളെ ഗ്രഹിപ്പാൻ അറിയാത്തവർക്കും പ്രയോജനകരമായി ഇരുപ്പാൻ വേണ്ടിയും സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല വചനം അറിയാവുന്നവർക്കും ഒന്നുകൂടെ ദൈവവചനത്തിലൂടെ ഉറപ്പിക്കുവാൻ വേണ്ടിയും ഉള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ വിഷയത്തെ ഞാൻ വിവരിക്കുന്നത്. യേശുക്രിസ്തു വരവിന് മുൻപ് അത്തി തെളിർക്കുമ്പോൾ കർത്താവ് വാതിക്കൽ വന്ന് നിൽക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. ഈ ഇസ്രായേൽ രാജ്യത്തിന് അതിന്റെ രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് അത്തി എന്നുള്ളത്. അത്തിയെക്കുറിച്ച് കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അത് ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചാണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്നൊരു കാര്യം ഞാൻ പറയാം. ഇംഗ്ലണ്ട് ദേശത്തിന്റെ അടയാളമെന്ന് പറയുന്നത് റോസ് ഫ്ലവർ ആണ്, എന്ന് പറഞ്ഞാൽ റോജാപ്പൂവാണ് അതിന്റെ അടയാളം. സ്പെയിൻ രാജ്യത്തിന്റെ അടയാളമെന്ന് പറയുന്നത് മാതുളയാണ് അവരുടെ അടയാളം. സ്കോട്ട്ലൻഡ് രാജ്യത്തിൻ്റെതായ അടയാളം നെരിഞ്ചിൽ എന്നറിയപ്പെടുന്ന ഒരു ചെടി, അതാണ് അവരുടെ അടയാളം. അതുപോലെ ഇസ്രായേൽ രാജ്യത്തിന്റെ അടയാളം അല്ലെങ്കിൽ രാഷ്ട്രീയ അടയാളം എന്ന് പറയുന്നതാണ് ഈ അത്തിവൃക്ഷം. ഇതാരാണ് അത്തിയാകുന്ന ജനം? ഈ ജനത്തെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് ഇസ്രായേൽ എന്നാണ്. ഈ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിന് പ്രധാനമായി 4 പദപ്രയോഗങ്ങളുണ്ട്. അതിൽ 3 പദപ്രയോഗങ്ങളിൽ ഒന്നാമത്തെ അവരുടെ പേര് എബ്രായർ എന്നാണ് അറിയപ്പെടുന്നത്. പിതാവായ യാക്കോബിന്റെ കാലഘട്ടത്ത്
അവർ ഇസ്രായേൽ എന്നുള്ള നാമകരണം കൊടുക്കപ്പെട്ടു. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദീകരിക്കാം. മൂന്നാമത്തത്, അവർ കനാൻ നാട്ടിൽ യഹൂദ്യ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് യഹൂദന്മാർ, യഹൂദ്യയിലുള്ള ജനം, യഹൂദന്മാർ എന്നുള്ള നാമകരണം അവിടെ കൊടുക്കപ്പെട്ടു. ഇന്ന് പൊതുവിൽ അവരുടെ രാജ്യത്തെ ഇസ്രായേൽ രാജ്യമെന്നും അവിടെ താമസിക്കുന്ന ജനങ്ങൾ യഹൂദന്മാരെന്നുമാണ് അറിയപ്പെടുന്നത്. ഈ പേരുകളെല്ലാം തിരുവചനത്തിൽ കൊടുക്കപ്പെട്ടിരിക്കുന്ന നാലാമത്തെ അവരുടെ ഒരു പേരുണ്ട്, ശൂരൻ എന്ന്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇസ്രായേൽ ജനം ആരാണ്, അവരുടെ ചരിത്ര പശ്ചാത്തലത്തെ അല്പമായി ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാം. വിശ്വാസിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മുർപിതാവ് ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് അബ്രഹാം എന്ന് പറയുന്നത്. ആദാമിൽ നിന്ന് 20ാം തലമുറക്കാരനാണ് അബ്രഹാം എന്നറിയപ്പെടുന്ന മുർപിതാവ്. ആദാമിൽ നിന്ന് ശേത്ത് വരുന്നു. ശേത്തിൽ നിന്ന് അടുത്ത് 2000 വർഷം ആകുമ്പോൾ നോഹ വരുന്നു. നോഹയുടെ പുത്രൻ ഷേം വരുന്നു. ആ ഷേമിന്റെ വംശത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം. BC 1936 നടന്ന നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ജലപ്രളയത്തിന് 412 വർഷങ്ങൾ കഴിഞ്ഞ് കൽദേർ എന്നറിയപ്പെടുന്ന ദേശത്തിലുള്ള മെസൊപ്പൊത്തോമിയ എന്ന് പറയുന്ന നാട്ടിലുള്ള ഊർ എന്ന പട്ടണത്തിൽ നിന്നാണ് വിഗ്രഹത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന വിഗ്രഹാരാധികളുടെ ഒരു കുടുംബത്തിൽ നിന്നാണ് തേജോമയനായ ദൈവം അബ്രഹാം എന്ന മുർപിതാവിനെ വിളിച്ചു വേർതിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞു നിന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഗോരിന്റെയും പിതാവായ തേരഗ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്ന്. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവ് അബ്രഹാമിനെ നദിക്കരയിൽ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചു. അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവനെ ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ വാക്യത്തിൽ അവന്റെ അബ്രഹാമിന്റെ അപ്പനായ തേരഗും അവരുടെ കുടുംബം മുഴുവനും വിഗ്രഹത്തെ സേവിച്ച കുടുംബമെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ വിഗ്രഹാരാധികളുടെ കുടുംബങ്ങളിൽ നിന്ന് തേജോമാനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് എന്ന് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 1 മുതൽ, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഖാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ കൽദയുടെ ദേശം വിട്ട് ഖാരാനിൽ വന്നു പാർത്തു. ഇതേ കാര്യം തന്നെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരയ്ക്കുമുള്ള വാക്യങ്ങളിൽ യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പോൾ അബ്രഹാമിനെ ദൈവം മെസൊപ്പൊത്തോമിയയിൽ വെച്ച് അവന് പ്രത്യക്ഷനായി ദൈവം വാഗ്ദത്തമായി കൊടുക്കുവാൻ പോകുന്ന ദേശത്തിലേക്ക് ദൈവം അവനെ വിളിപ്പാനിടയായി തീർന്നു. അങ്ങനെ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവന് 60 വയസ്സായിരുന്നു. തന്റെ അപ്പനായ തേരഗും മറ്റുള്ളവരോട് ചേർന്ന് ഖാരാനിൽ വന്ന് 15 വർഷം അവിടെ താമസിച്ചു. അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഈ സമയത്താണ് ദൈവം അബ്രഹാമിന് 10 പ്രാവശ്യം ദർശനമായി കനാൻ ദേശത്തിലേക്ക് ദൈവം അവനെ വിളിച്ചു.
അങ്ങനെ അബ്രഹാം കനാൻ ദേശത്തിൽ വന്നപ്പോൾ ആബ്രഹാമിന് വയസ്സ് 75. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവന് 75 വയസ്സായിരുന്നു എന്നവിടെ കാണാം. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ അവന് ഇസഹാക്ക് എന്നുള്ള മകൻ ജനിക്കുന്നു. അബ്രഹാം 175 വയസ്സിലാണ് മരിക്കുന്നത്. അതിനെക്കുറിച്ച് ഉൽപ്പത്തി 25:7 കാണാം. ഇസഹാക്ക് 40 വയസ്സായിരിക്കുമ്പോൾ അദ്ദേഹം റബേക്കയെ വിവാഹം ചെയ്യുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ കാണാം. ഇസഹാക്ക് 60 വയസ്സായിരിക്കുമ്പോൾ ഏശാവും യാക്കോബും ജനിക്കുന്നു. ആ കാര്യം ഉൽപ്പത്തി 25-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണും. യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിനെ വിട്ട് പദനരാമിലിരിക്കുന്ന തന്റെ മാതാവിന്റെ സഹോദരൻ അടുക്കൽ ചെന്ന് അവിടെ അവൻ 20 വർഷം ഇങ്ങനെ 20 വർഷം കഴിഞ്ഞ് വീണ്ടും യാക്കോബും തന്റെ ഭാര്യമാരും മക്കളും എല്ലാ സമ്പത്തുമായി കനാൻ നാട്ടിലേക്ക് അവൻ മടങ്ങി വരുന്നു. ആ വിഷയം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 3-13 വാക്യങ്ങളിൽ കാണാം. ഈ കനാൻ നാട്ടിൽ യാക്കോബും തന്റെ കുടുംബം കടന്നു വരുമ്പോൾ ബെനിയേൽ എന്നുള്ള സ്ഥലത്തിൽ വെച്ച് ദൈവം അവനെ സന്ദർശിക്കുകയാണ്. അവൻ ദൈവത്തോട് പൊരുതി, അവൻ കരഞ്ഞ് ദൈവത്തോട് അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്ന സമയത്ത് ദൈവം അവന്റെ പേരിനെ യാക്കോബ് എന്നുള്ള പേരിനെ മാറ്റി ഇസ്രായേൽ എന്നുള്ള നാമകരണം കൊടുക്കുകയാണ്. ആ വിഷയം ഉൽപ്പത്തി 32-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. യാക്കോബിന് കൊടുത്ത പേരാണ് ഇസ്രായേൽ എന്നുള്ള പേര്. ഈ ഇസ്രായേൽ എന്നുള്ള പേരിൽ നിന്നാണ് ഇസ്രായേൽ ജനം അവിടെ പിൻതലമുറകൾക്കെല്ലാം ആ പേര് കൊടുക്കപ്പെട്ടു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ യഹൂദ്യ ദേശത്ത് പാർത്തത് കൊണ്ടാണ് അവർക്ക് യഹൂദന്മാർ എന്നുള്ള നാമകരണം വന്നത്. ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രഭു എന്നാണ് എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് കനാനിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം അബ്രഹാമിനോട് ചില വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിൽ പ്രധാനമായി 2 ഉടമ്പടി ഉണ്ട്. ഒന്നാമത്തത്, കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ തന്നെ ദൈവം അവന് വാഗ്ദത്തം കൊടുത്ത് നിന്റെ സന്തതിയെ അധികം ഞാൻ വർദ്ധിപ്പിച്ച് ആകാശ നക്ഷത്രങ്ങളെ പോലെയും സമുദ്രത്തിന്റെ മണൽത്തരികൾ പോലെയും അവരെ വർദ്ധിപ്പിക്കുമെന്ന് ദൈവം അവനോട് ഉടമ്പടി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും, ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ സന്തതിയും അവണ്ണം എന്ന് ദൈവം അവനോട് പറഞ്ഞു. അതേ കാര്യം തന്നെ 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലും 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാണാം. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയും വാഗ്ദത്തവും, ഒന്ന് അവന്റെ സന്തതികൾ. രണ്ടാമത്തെ ദൈവം അവനോട് ചെയ്ത ഉടമ്പടി കനാൻ ദേശമാണ്, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-15 വാക്യത്തിൽ ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അബ്രഹാമിന് ദൈവം സന്തതി നൽകും. 2, അവൻ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തെ നൽകുമെന്നാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം ഏത്? തിരുവചനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ
സംഖ്യാപുസ്തകം 34 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 1 അധ്യായം 4 വാക്യം. 13 അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലെല്ലാം ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ദേശം എത്ര വിസ്തീർണമുള്ളത് എന്ന് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ദേശം കിഴക്ക് യൂഫ്രട്ടീസ് അല്ലെങ്കിൽ ഫ്രാത്ത് നദി തീരത്തിൽ നിന്ന് പടിഞ്ഞാറ് വലിയ സമുദ്രം എന്നറിയപ്പെടുന്ന മെഡിറ്ററേനിയൻ സമുദ്രം അതിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയായിരിക്കും. ഇന്ന് തെക്കേ അതിർത്തി എന്ന് പറയുന്നത് സീനായ് പെൻസുല എന്നറിയപ്പെടുന്നു, മരുഭൂമിയാണത്. എന്നാൽ വടക്കേ അതിർത്തി എന്ന് പറയുന്ന ലബാനോൻ. ഇത്രയും ദേശം ദൈവം അബ്രഹാമിന് കൊടുത്ത് അതിന് ഉൽപ്പത്തി 15 അധ്യായത്തിൽ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേനിയർ, കെനീസിയർ, കത്മോനിയർ, ഹിത്യർ, പെർസിയർ, റഫായിമർ, അമോരിയർ, കനാനിയർ, കിർക്കിസ്യർ, യഫൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന പ്രദേശം ഇന്നത്തെ മിസ്രയീം അല്ലെങ്കിൽ ഈജിപ്റ്റ്, സിറിയ, അറേബ്യ, ഇറാഖ് ഇത്രയും ഇന്നിരിക്കുന്ന രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ദേശത്തെയാണ് ദൈവം അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഈ ഉടമ്പടി നിത്യ ഉടമ്പടിയാണ്. അത് രക്ത ഉടമ്പടി എന്നും അതിനൊക്കെ നാമകരണമുണ്ട്. 17 അധ്യായം 6, 7 വാക്യത്തിൽ ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ദേശം നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും എന്ന് ദൈവം അവരോട് പറഞ്ഞു. അപ്പോൾ ഈ ദേശം മുഴുവനും ദൈവം അബ്രഹാമിനും അവൻ സന്തതിക്കും നൽകുമെന്നാണ്. അപ്പോൾ സന്തതികൾ എന്ന് പറയാതെ സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന് വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് ഇസഹാക്ക് മാത്രം. പിന്നീടത്തേതിലും അവന് സന്തതികളുണ്ട്. അതില് അബ്രഹാമിന്റെ ഭാര്യ സാറയിൽ നിന്ന് ഇസഹാക്ക് ജനിക്കുന്നു. അത് ഒന്നാണ്. രണ്ടാമത്തത് കാഗറിൽ നിന്ന് ഇസ്മായേൽ ജനിക്കുന്നു. ഇസ്മായേലിൽ നിന്ന് 12 പിതാക്കന്മാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാർ ജനിക്കുന്നു. അങ്ങനെ 12ഉം 1ഉം 13 കാഗറിൽ നിന്ന്. മൂന്നാമത്തത് കെത്തൂരെ വിവാഹം ചെയ്ത് കെത്തൂരിൽ നിന്ന് 6 കുഞ്ഞുങ്ങൾ. അങ്ങനെ മൊത്തം 20 തലമുറകൾ അബ്രഹാമിന് ഉണ്ടായിരുന്നു. പറഞ്ഞ ഈ പ്രദേശം മുഴുവനും ദൈവം അബ്രഹാമിനും അവന് സന്തതികൾക്കും എന്നല്ല വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, അവന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം അബ്രഹാമിന് പറഞ്ഞിരിക്കുന്ന സന്തതി ഏത്? ദൈവം അബ്രഹാമിന് വാഗ്ദത്തമായി കൊടുത്ത സന്തതി ഇസഹാക്കാണ്. ഈ പ്രദേശങ്ങൾ മുഴുവനും അബ്രഹാമിനും അവന്റെ സന്തതിക്കുമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 7, 8 വാക്യത്തിൽ ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഞാൻ അത് നൽകുമെന്നാണ്. ഇനി രണ്ടാമത്തത് ഇസഹാക്കിനും അവന്റെ സന്തതിക്കും കൊടുത്തെന്നാണ്.
അത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 5 വരേക്കുമുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഹേരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അപ്പോൾ രണ്ടാമത്തെ ഇസഹാക്കിനും അവന്റെ സന്തതിക്കുമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തത് യാക്കോബിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകാൽ 11ഉം 12ഉം വാക്യത്തിൽ ദൈവം പിന്നെ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിലനിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ദേശം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഇത്രയും ദേശങ്ങൾ ദൈവം അബ്രഹാമിനും അവന്റെ സന്തതിക്കും നൽകി, ഇസഹാക്കിനും അവന്റെ സന്തതിക്കും നൽകുകയാണ്, യാക്കോബിനും അവന്റെ സന്തതിക്കും നൽകുകയാണ്. ഈ നൽകപ്പെട്ട ഈ ദേശത്തെ സങ്കീർത്തനക്കാരൻ മുഖാന്തിരം ദൈവം അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. 105-ാം സങ്കീർത്തനം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ തന്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുളി ചെയ്തു. 3 പേർക്കും കൊടുക്കപ്പെട്ട വാഗ്ദത്തത്തെ സങ്കീർത്തനക്കാരനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നത്, ദൈവം അതിന് നിത്യ നിയമമായി പിതാക്കന്മാരോട് കൽപ്പിച്ചത് അവൻ ചെയ്യും, അതിനെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അതിനെക്കുറിച്ച് ഉറപ്പിക്കുകയാണ്. ഇവരെയാണ് ഇസ്രായേൽ ജനം, യഹൂദ ജാതി എന്നറിയപ്പെടുന്നത്. ഈ ഇസ്രായേൽ ജനം ദൈവത്തിന് ആരെന്ന് വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ, ആദമിൽ നിന്ന് നോഹ വരയ്ക്കും 2000 വർഷം വരയ്ക്കുമുള്ള തലമുറകൾ, ചുരുങ്ങിയ ചില തലമുറകൾ മാത്രമാണ് ദൈവത്തെ സേവിച്ചത്. ബാക്കിയുള്ള എല്ലാം വിഗ്രഹാരാധികളായി മാറുവാൻ ഇടയായിത്തീർന്നു. നോഹയുടെ കാലഘട്ടത്തിൽ അവൻ പിൻതലമുറക്കാരനാകിയ നിമ്രോത്തിന്റെ കാലഘട്ടമാണ് വിഗ്രഹാരാധനയിൽ തിളങ്ങി നിന്ന ഒരു കാലഘട്ടം. നോഹയുടെ തലമുറയിൽ ശേമിന്റെ വംശത്തിൽ വന്ന അബ്രഹാമിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഈ എബ്രായർ എന്നറിയപ്പെടുന്ന യഹൂദ ജാതി, ഇസ്രായേൽ ജനം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. അപ്പോൾ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ കുറിച്ച് ദൈവം അവകാശത്തോട് പറയുകയാണ്, വിഗ്രഹാരാധനയിൽ നിന്ന് വന്ന് അബ്രഹാമും അവന്റെ തലമുറകളും സത്യ ദൈവത്തെ, തേജോമയനായ യഹോവയാം ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി അബ്രഹാം എന്നവർ പിതാവ് തന്നെ മുഴുവനുമായി സമർപ്പിച്ചപ്പോൾ അവനിൽ നിന്ന് വന്നതായ ജനമായ യഹൂദന്മാരെ, ഇസ്രായേൽ ജനത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൻ എന്റെ ആദ്യജാതൻ. ഇനി ഇവരെ കുറിച്ച് ആദ്യജാതൻ എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ആദ്യഫലം എന്നും പറഞ്ഞിരിക്കുന്നു. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലവും ആകും.
അപ്പോൾ ഇസ്രായേൽ ജനം, യഹൂദ ജനമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ ആദ്യജാതൻ, ആദ്യ ഫലം എന്നും രണ്ട് പേരാൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തെ സേവിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഈ ഇസ്രായേൽ ജനത്തിന് 3 അടിമത്വങ്ങൾ ഉണ്ടായിരുന്നു. 4-മത്തത് അവർ ലോകം മുഴുവനും ചിതറിപ്പിക്കപ്പെട്ട് എന്ന് തിരുവചനത്തിലും ചരിത്രത്തിലും നമുക്ക് കാണാം. അതിൽ 1-മത്തെ പ്രവാസം എന്ന് പറയുന്നത് മിസ്രൈമ്യ പ്രവാസം. അബ്രഹാം ദൈവത്തിന് യാഗമർപ്പിക്കുമ്പോൾ അവന്റെ യാഗത്തെ അഗ്നി കൊണ്ട് മറുപടി നൽകിയിട്ട് അവനോട്, അല്ലെങ്കിൽ അബ്രഹാമിനോട് ഒരു പ്രവചനം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവരവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഞാൻ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോട് നിന്റെ പിതാക്കന്മാരോട് ചേരും. ഇങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പ്രവചന പ്രകാരം യാക്കോബിന്റെ കാലഘട്ടത്ത് യാക്കോബിന്റെ മകനായ യോസേഫ് മിസ്രൈം ദേശത്തിൽ പോകുന്നു. പിന്നീടത്തതിൽ യാക്കോബിന്റെ കുടുംബമായി ഏകദേശം 70 പേരടങ്ങുന്ന സംഘം മിസ്രൈമിൽ കോസേൻ നാട്ടിൽ അവർ പാർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ യോസെഫിനെ അറിയാത്ത ഒരു ഫറവോൻ എഴുന്നേറ്റു വന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ 400 വർഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നത് പോലെ അവരെ അടിമപ്പെടുത്തുവാൻ, ഉപദ്രവിപ്പാനിടയായ ചരിത്രം ബൈബിൾ അറിയുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. മിസ്രൈമിന്റെ ഭരണകാലം എന്ന് പറയുന്നത് BC 1800 മുതൽ BC 850 വരെയുള്ള കാലഘട്ടത്ത് യോസെഫിനെ അറിയാത്ത ഒരു ഫറവോൻ എഴുതി വന്നപ്പോൾ 400 വർഷം ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു. ഈ 400 വർഷ പീഡനം കഴിഞ്ഞ് ഇസ്രായേൽ ജനം ദൈവത്തോടുകൂടെ നിലവിളിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം അവർ വളരെ സമ്പത്തോടുകൂടെ അവർ മടങ്ങി വാഗ്ദത്ത കനാനാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ പ്രവചന പ്രകാരം ദൈവം മോശയെ അയച്ച് ഇസ്രായേൽ ജനത്തെ 400 വർഷ അടിമത്വത്തിന് ശേഷം അവരെ വിടുവിച്ച് കനാനാട്ടിൽ കൊണ്ടുവരികയാണ്. ദൈവം അവരെ ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടി 40 വർഷം അവരെ സഞ്ചരിപ്പിച്ച് പിന്നിടത്തിൽ മോശ മരിച്ചതിന് ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ യോർദാനെ കടന്ന് കനാനാട്ടിലേക്ക് പ്രവേശിച്ച് 12 ഗോത്രങ്ങൾക്കും ആ കനാൻ ദേശത്തെ അവൻ വിഭാഗിച്ചു കൊടുപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ അവർ കനാൻ ദേശത്ത് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അവർ പാർക്കുവാനിടയായി തീർന്നു. അപ്പൊ ഈ ജനം ദൈവത്തിന്റെ സ്വന്തം ജനം, ഈ ജനം ദൈവത്തിന്റെ ആദ്യ ഫലം, ഈ ജനം ദൈവത്തിന്റെ ആദ്യജാതൻ. അപ്പൊ ദൈവജനമായ യഹൂദ ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് പ്രത്യേക കരുണ കാണിപ്പാൻ കാരണമായത് വിഗ്രഹാരാധനയിൽ നിന്ന് സത്യ ദൈവമായ യഹോവയാം ദൈവത്തെ അവർ അറിഞ്ഞതുകൊണ്ട് ആ തലമുറയെ ദൈവത്തിന് ആദ്യ ഫലമായി, ആദ്യജാതനായി ദൈവം തെരഞ്ഞെടുപ്പാനിടയായി തീർന്നു. ഈ ജനത്തിന് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ജനം എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ജനം ഏകദേശം 4000 വർഷങ്ങളായി ലോകത്തിലുള്ള ഈ ജാതികളിലെല്ലാം വച്ച് യഹൂദ ജനം മാത്രം തനിച്ചു പാർക്കുന്ന ജനമായി, അവർക്കുള്ള സംസ്കാരം, അവർക്കുള്ള ആചാരങ്ങൾ, അതിൽ അവർ നിലനിന്ന് ലോകത്തോട് അവർ കലക്കാതെ
അവർ തനിച്ചു പാർക്കുന്ന ജനമായി ഇന്നും അവർ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രവാചകനായ ബിലെയാം ആത്മനിറവിൽ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതും ഇല്ല. പ്രവചനാത്മാവിൽ ഇസ്രായേലത്തെ ബിലെയാം പ്രവാചകൻ കണ്ടുകൊണ്ട് പറയുന്ന ഒരു പദപ്രയോഗം, അവർ ജാതികളോട് ഇടകലരുന്ന ജനമല്ല, അവർ തനിച്ചു പാർക്കുന്ന ജനം. ഇന്നും ലോക ജനതയിൽ വെച്ച് തനിച്ചു പാർക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ശ്രേഷ്ഠപുത്രൻ, ദൈവത്തിന്റെ ആദ്യ ഫലം, ദൈവത്തിന്റെ സ്വന്തം ജനം. രണ്ടാമത്തത്, ഈ ഇസ്രായേലിന്റെ പ്രത്യേകത, അവർക്കെന്ന് ഒരു നിയമപുസ്തകം ഉണ്ടായിരിക്കുകയാണ്. ആ പുസ്തകം ന്യായപ്രമാണ പുസ്തകം ദൈവം തന്റെ സ്വന്തം കൈവിരൽ കൊണ്ട് കൽപ്പലകകളിൽ എഴുതി കൊടുത്തതാണ്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, അവൻ സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളാകിയ സാക്ഷ്യപ്പലക 2 അവന്റെ പക്കൽ കൊടുത്ത്. 2, മോശയും എഴുതിയ എഴുത്തുകൾ പിന്നിടത്തതിൽ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങളിൽ, യഹോവ പിന്നെയും മോശയോട്, നീ വചനങ്ങളെ എഴുതിക്കൊള്ളുക, ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേൽ ജനത്തോടും നിയമം ചെയ്തിരിക്കുന്നു എന്നരുളി ചെയ്ത് ഈ വചനങ്ങളിൽ നീ എഴുതിക്കൊള്ളുക. അപ്പോൾ മോശയും തന്റെ വിരലുകളാൽ എഴുതുവാനിടയായി തീർന്നു. മാത്രമല്ല, പ്രവാചകന്മാർ മുഴുവനും, വലിയ പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന 4 പേർ, ചെറിയ പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന 12 പേർ, ഇവരൊക്കെയും ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവചന പുസ്തകങ്ങൾ എഴുതി. ഇങ്ങനെ പഴയ നിയമം മുഴുവനും ദൈവം അവർക്ക് കൊടുത്ത നിയമപുസ്തകമാണ്. ദൈവത്തെ അറിയുവാനും ഈ ഭൂമിയിൽ അവരെങ്ങനെ ജീവിക്കണമെന്നും ദൈവം എഴുതി കൊടുത്ത നിയമപുസ്തകം പ്രാപിച്ച ജനമാണ്. ദൈവം തന്റെ സ്വന്തം കൈവിരലുകളാൽ എഴുതപ്പെട്ട പ്രമാണം പ്രാപിച്ച ജനമാണ് ഇസ്രായേൽ ജനം. മൂന്നാമത്തേത്, ഈ ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ യഹൂദ ജനത്തിന് സ്വന്തമായ ഒരു ദേശമുണ്ട്. ലോക ഉരുണ്ടയെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇസ്രായേൽ രാജ്യത്തെ അതിനെ മയ്യപ്പെടുത്തി നമുക്ക് നോക്കിയാൽ, ഒരു വശം 7 മടങ്ങും മറുവശം 8 മടങ്ങും ജനങ്ങളുമായി നടുവിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മധ്യേ പാർക്കുന്ന ഒരു ജനമാണ് ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം. അത് അത്ഭുതമായ ഒരു വിശേഷമാണ്. ഇസ്രായേൽ ദേശം ദൈവത്തിന് സ്വന്തം ദേശമെന്നാണ് തിരുവചനം പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ദേശം. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം, ഞാനും നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊന്നു വന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ അശുദ്ധമാക്കി. അപ്പോൾ ദൈവം ഇസ്രായേൽ രാജ്യത്തെ കുറിച്ച് പറയുകയാണ്, അത് ദൈവത്തിന്റെ സ്വന്തം ദേശമെന്നാണ്. ഇനി യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലും എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ ദേശം ദൈവത്തിന്റെ സ്വന്തം ദേശം, എന്റെ ദേശമെന്നാണ് അവകാശത്തോട് ദൈവം പറയുന്നത്. രണ്ടാമത്തേത്, ദൈവത്തിന്റെ ദേശത്തിന്റെ പ്രത്യേകത, അത് പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ
ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ ഇസ്രായേൽ ജനം പാർക്കുന്ന ദേശം പാലും തേനും ഒഴുകുന്ന ദേശം. അത് സംഖ്യാപുസ്തകം 13:27, ആവർത്തനം 1:9 എന്നീ ഇത്യാദി വാക്യങ്ങളിലൊക്കെയും പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്ന ദേശമെന്ന് യെശയ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കാണാം. അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല. അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾക്കും എണ്ണമില്ല. ഇസ്രായേൽ രാജ്യം സമ്പൽ സമൃദ്ധിയുള്ള ഒരു രാജ്യമായി കാണപ്പെടുന്നു എന്ന് തിരുവചനം പറയുന്നു. നാലാമത്തത് അത് മലകളും താഴ്വരകളുമുള്ള ദേശം എന്ന് ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11-12 വാക്യത്തിൽ, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തുനിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരയ്ക്കും നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. അപ്പോൾ മലകളും താഴ്വരകളുമുള്ള ദേശം മാത്രമല്ല, ദൈവത്തിന്റെ ദൃഷ്ടി, ദൈവത്തിന്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും ഈ ഇസ്രായേൽ ദേശത്തിന്മേൽ ഉണ്ടെന്നാണ് തിരുവചനം പറയുന്നത്. അടുത്തതായി കടൽ തീരത്തിന്റെ സമ്പത്തുള്ള ഒരു ദേശമാണ്. യെശയ്യാവിന്റെ പ്രവചനം 60-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. കടൽത്തീരത്തുള്ള സമ്പത്ത് അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ചാവുകടൽ എന്നറിയപ്പെടുന്ന ഡെപ്സി, ഇതിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, പറഞ്ഞറിയിക്കുവാൻ കഴിയുന്ന സമ്പത്ത് അതിനകത്തുണ്ട്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ദേശം പലസ്തീന ദേശമെന്നും വിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധ ഭൂമി എന്നുമാണ് അതിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നാലാമത്തത്, യഹൂദന്മാർ സൗന്ദര്യത്തിൽ ലോകത്തുള്ളവരെക്കാൾ അധികം സൗന്ദര്യമുള്ളവരായി കാണപ്പെടുന്നു. തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം, ദാനിയേൽ പ്രവചനം, മറ്റുമുള്ള ഉൽപ്പത്തി പുസ്തകം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ പോലെ സൗന്ദര്യമുള്ളവർ മറ്റാരും ലോകത്തിൽ ഇല്ല എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. അഹസ്വേരോസ് രാജാവിന്റെ ഭാര്യ എസ്തർ, യഹൂദ സ്ത്രീ, അവർ 127 രാജ്യങ്ങളിലുള്ള സ്ത്രീകളെക്കാൾ സൗന്ദര്യമുള്ളവളായി കണ്ടു എന്ന്. ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക, അബ്രഹാമിന്റെ ഭാര്യ സാറ, യോബിന്റെ മക്കൾ, ഇവരെല്ലാവരും വളരെ സൗന്ദര്യമുള്ളവർ എന്ന് തിരുവചനത്തിൽ കാണാം. അപ്പൊ യഹൂദന്മാർ, യഹൂദ ജനം ലോകത്തിൽ സൗന്ദര്യമുള്ള ജനമാണ്. അത് മാത്രമല്ല, ധനപ്രകാരമായി ധനസമ്പത്തിൽ വർദ്ധിച്ച ജനമാണ് ഇസ്രായേൽ ജനമെന്നറിയപ്പെടുന്നത്. അന്നത്തെ കാലഘട്ടത്ത് രാഗ്ബല്ലർ എന്നതായ ഒരു യഹൂദൻ, അദ്ദേഹം അന്നത്തെ കാലത്ത് കോടീശ്വരനായിരുന്നു. ഇന്നത്തെ കോടീശ്വരന്മാരുടെ ധാരാളം ഉള്ളതുപോലെ രാഗ്ബല്ലർ വളരെ ധനികനായ കോടീശ്വരനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു യൂതനാണ്. യഹൂദ ജനം ധനത്തിലും വർദ്ധിച്ചു വളർന്നു വന്നവരാണ്. ആറാമത്തത്, യഹൂദ ജനം ജ്ഞാനത്തിൽ വർദ്ധിച്ചു വന്നവരാണ്. ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, ആബേദ്നെഗോ എന്നിവർ ജ്ഞാനത്തിൽ ഉന്നതന്മാരായിരുന്നു. യോസേഫ് മിസ്രൈമിൽ ജ്ഞാനത്തിൽ ഉന്നതനായിരുന്നു. തന്നെയുമല്ല, ലോകത്തിൽ ഏറ്റവും വലിയ ജ്ഞാനി എന്നറിയപ്പെടുന്ന സലോമോൻ ജ്ഞാനി യഹൂദനായിരുന്നു. തന്നെയുമല്ല, പിൽക്കാലത്ത് സോക്രട്ടീസ്, പ്ലേറ്റോ, ഹെറോഡോട്ടസ് എന്ന് പറയുന്ന തത്വജ്ഞാനികളും യഹൂദന്മാരായിരുന്നു. അവർ ജ്ഞാനത്തിൽ
വർദ്ധിച്ചവരാണ് യഹൂദ ജനം. പൊതുവെ ലോകത്തിലുള്ള ഇന്നത്തെ തലമുറകൾക്ക് അധികം അറിയുന്നില്ലെങ്കിലും പഴയ തലമുറകൾക്ക് വ്യക്തമായി അറിയാം. ലോകത്തിൽ ഇന്ന് കാണുന്ന വിവിധ കപിടിത്തങ്ങളുടെ പിന്നിലും കൈച്ചലിപ്പിച്ചത്, ജ്ഞാനം ചലിപ്പിച്ചത് യഹൂദന്മാരുടെ ജ്ഞാനമാണ്. അത് ഏതുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. ആദ്യത്തെ ബോംബ്, അണുബോംബ് കണ്ടുപിടിച്ചത് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന യഹൂദനാണ്. മൂന്നാമത്തത് ടെല്ലർ എന്നറിയപ്പെടുന്ന യഹൂദ ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത്. നാലാമത്തത് ഗോഗൻ എന്ന യഹൂദനാണ് ന്യൂട്രോൺ എന്നതായ ബോംബ് കണ്ടുപിടിച്ചത്. അഞ്ചാമത്തത് ബോറിസ് പിനോസോ എന്ന യഹൂദനാണ് തത്വജ്ഞാനം, ഫിലോസഫിക്ക് അടിത്തറയിട്ട വ്യക്തിയാണ്. ആറാമത്തത് ഫേലിക്സ് മെൻഡൽസൺ എന്ന് പറയുന്ന യഹൂദനാണ് മ്യൂസിക് മേഖലയിൽ അടിത്തറയിട്ടത് ഇദ്ദേഹമായിരുന്നു. ഏഴാമത്തത് കാറൽ മാർക്സ്, എല്ലാവർക്കും അറിയാം, അത് യഹൂദനാണ്. അദ്ദേഹം രാഷ്ട്രീയം, സാമ്പത്തികം എന്നുള്ള നിലയ്ക്ക് വിത്തുട്ട വ്യക്തിയാണ്. എട്ടാമത്തത് റോത്ത് സൈറ്റ്സ് എന്നറിയപ്പെടുന്ന യഹൂദനാണ് വ്യാപാര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളിലും അടിത്തറയിട്ടത്. 9 ലാസറസ് ലുഡ്വിഗ് ലാമൻഹോഫ് എന്ന ഈ ഒരു യഹൂദനാണ് മൊഴികളെയും ഗവേഷണം ചെയ്യുകയും അതിന്റെ അടിത്തറയിട്ടത് അദ്ദേഹമായിരുന്നു. 10 ഗെയിം വൈസ്മാൻ എന്നതായ യഹൂദനാണ് കെമിസ്ട്രിയിൽ അദ്ദേഹം. 1 ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന യഹൂദനാണ് കണക്ക് ശാസ്ത്രത്തിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നത്. ഇങ്ങനെ യഹൂദ ജനത്തെ എടുത്തു നോക്കിയാൽ ഏതു മേഖലയിൽ നോക്കിയാലും അവർ ലോകത്തിൽ വെച്ച് ഉന്നതന്മാരായിരുന്നു. കാരണം ദൈവം അവകാശപ്പെടുന്നു, അബ്രഹാമിൽ നിന്ന് കടന്നു വന്ന ഇസ്രായേൽ ജനം എന്റെ ജ്യേഷ്ഠപുത്രനാണ്. ദൈവം അവകാശപ്പെടുന്നു, അബ്രഹാമിൽ നിന്ന് വന്ന ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം എന്റെ ആദ്യ ഫലമാണ്. ദൈവം അവകാശപ്പെടുന്നു, അബ്രഹാമിൽ നിന്ന് കടന്നു വന്ന ഇസ്രായേൽ ദേശം, യഹൂദ ജാതി ദൈവത്തിന്റെ വിശുദ്ധ ജനമെന്നും അവരുടെ ദേശം ദൈവത്തിന്റെ വിശുദ്ധ ദേശം എന്നും അവകാശപ്പെടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ജനമായിരുന്നിട്ടും പിൽക്കാലത്ത് ദൈവം ഇസ്രായേൽ ജനത്തെ പല അടിമത്വങ്ങളിലേക്കും പറഞ്ഞയക്കുവാൻ കാരണമായി. അതിന് കാരണം പ്രധാനമായി 2 കാര്യങ്ങളുണ്ട്. 1 ആവർത്തന പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യം മുതൽ 25-ാം വാക്യം വരയ്ക്കും വായിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള അനുഗ്രഹങ്ങളും 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം ദൈവകൽപ്പന അനുസരിക്കാതെ പോയാൽ വരുന്ന ശാപങ്ങളെ കുറിച്ച് ഏകദേശം 18 കൂട്ടം ശാപങ്ങളെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 അവരെല്ലാ ജനത്തിലും ശാപമായി തീരും. 2 വിവിധമുള്ള രോഗങ്ങൾ അവർക്ക് വർദ്ധിക്കും. 3 അവർക്ക് മഴ പെയ്യുകയില്ല. 4 അവർ പല രാജ്യങ്ങൾക്കും ചെതറിപ്പോകും. 5 മരണം അവരെ പിന്തുടരും. 6 മഹാരോഗങ്ങൾ, വ്യാധികൾ അവർക്ക് പിടിപെടും. 7 അവർ സഹായമില്ലാതെ അലയേണ്ടി വരും. 8 അവരുടെ ഭാര്യമാർ, വീടുകളെല്ലാം നഷ്ടപ്പെടും. 9 അവരുടെ ആസ്തികളെ മറ്റുള്ളവർ കൊള്ള കൊണ്ടുപോകും. 10 അവർ അടിമകളായി പോകേണ്ടി വരും. 11 അവർ അന്യദേശത്ത് അടിമകളായി പാർക്കും. 12 അവർ ക്ഷാമം വർദ്ധിക്കും. 13 അവർ മറ്റുള്ള രാജ്യങ്ങൾക്ക് ശത്രുക്കളായി മാറും. 14 അവരുടെ സ്വന്തം മക്കളെ അവർ ഭക്ഷിപ്പടയായി തീരും. 15
അവർ ജനത്തിൽ വളരെ ചുരുങ്ങിയവരായി മാറും. 16 അവർ താമസിപ്പാൻ ഇടമില്ലാതെ അലയേണ്ടി വരും. 17 ഭയവും ഭീതിയും അവരെ പിന്തുടരും. 18 അവരെ മറ്റുള്ള ജാതികൾക്ക് വിൽക്കപ്പെടും. എന്നിട്ട് 18 കൂട്ടം ശാപങ്ങളെ ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. യഹോവയാം ദൈവത്തെ അവർ വിട്ടുകളഞ്ഞ് യഹോവയുടെ കൽപ്പനകൾ പ്രമാണിക്കാതെ പോയാൽ ഈ ശാപങ്ങളെല്ലാം അവർക്ക് വന്നു ഭവിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. രണ്ടാമത്തത്, ശലോമോൻ രാജാവിനോടും ദൈവം പറഞ്ഞ് 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എന്റെ ചട്ടങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും ചെന്ന് അന്യദേവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്ത എന്റെ ദേശത്തു നിന്ന് അവരെ പറിച്ചു കളയും. എന്റെ നാമത്തിനായി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയത്തെയും ഞാൻ എന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സകല ജാതികളുടെയും ഇടയിൽ ഒരു പഴഞ്ചൊല്ലും പരിഹാസവും ആക്കി തീർക്കും. ശലോമോൻ ജ്ഞാനിയോടും ദൈവം അവനോട് എടുത്തു പറയുകയാണ്, ദൈവം വിധിച്ച കൽപ്പനയും പ്രമാണങ്ങളും ലംഘിച്ച് കടന്നുപോയാൽ ദേശങ്ങൾക്ക് ഇനി അടിമകളായി പോകുമെന്ന് ദൈവം അരുളി ചെയ്തു. ഈ കൽപ്പനകളിൽ കാലാകാലങ്ങളായി ഇസ്രായേൽ ജനം പലപ്പോഴും ലംഘിക്കുകയും വീണ്ടും ദൈവത്തോട് എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രണ്ടാമത്തെ അടിമത്വമാണ് അസൂർ അടിമത്വം. അസൂർ രാജ്യം BC 850 മുതൽ 606 വരയ്ക്കുമുള്ള കാലഘട്ടങ്ങളിൽ BC 721 സനഗരിപ്പെന്നറിയപ്പെടുന്ന രാജാവ് കടന്നു വന്ന് ഇസ്രായേൽ ജനത്തെ രണ്ടാമത്തെ അടിമകളായി കൊണ്ടുപോകുവാനിടയായിത്തീർന്നു. അവിടെ നിന്നും അവർ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവന്നു. വീണ്ടും അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞ് അന്യദേവന്മാരെ വിഗ്രഹങ്ങളെ അവർ ആരാധിപ്പാൻ പോയതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്ത് മൂന്നാമത്തെ അടിമത്വത്തിൽ ബാബിലോനിലേക്ക് അയക്കുകയാണ്. ഈ ബാബിലോൺ സാമ്രാജ്യം BC 606 മുതൽ 539 വരയ്ക്കും നീണ്ടുനിന്ന കാലഘട്ടത്തിൽ BC 606 മുതൽ ആദ്യമായി നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്ന് ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, ആബേദ്നെഗോ എന്നിവർ ഉൾപ്പെടെയുള്ള അനേക ദൈവമക്കൾ അടിമകളായി കൊണ്ടുപോയി. അത് 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 6-7 വാക്യം, ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ കാണാൻ കഴിയും. രണ്ടാമത്തത് BC 596 10,000 പേര് നെബൂഖദ്നേസർ അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. മൂന്നാമത്തത് BC 586 832 പേർ അടിമകളായി കൊണ്ടുപോകപ്പെട്ട് ഈ വിഷയത്തെ യെരമ്യാ പ്രവാചകൻ തന്റെ 52-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാലാമത്തത് BC 581 745 പേർ അടിമകളായി ബാബിലോണിൽ കൊണ്ടുപോകപ്പെട്ടു. ഈ വിഷയം 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണാം. ഇസ്രായേൽ ജനത്തിൽ ബാബിലോണിൽ അടിമകളായി പാർത്ത 70 വർഷ അടിമത്വകാലം കഴിഞ്ഞതിനു ശേഷം BC 536 യഹൂദന്മാർ തങ്ങളുടെ സ്വന്തം ദേശമായ യഹൂദ്യ ദേശത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ കൽപ്പന അന്ന് പുറപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചത് ശേഷം സെരുബാബേൽ, എസ്ര, നെഹെമ്യ എന്നുള്ള യഹൂദ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവർ ഇസ്രായേൽ ജനം വീണ്ടും ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് അവർ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ BC 539 49,897 പേർ ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് കടന്നു വന്നു. BC 536 7-ാം മാസം
യഹൂദന്മാർ യെരുസലേമിൽ ഒരു യാഗപീഠം പണിത് യഹോവയ്ക്ക് യാഗം അർപ്പിപ്പാനിടയായി തീർന്നു. BC 535 ദേവാലയ വേല ആരംഭിച്ചുവെങ്കിലും അത് തടസ്സം ഉണ്ടായി അവിടെ നിർത്തപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ BC 520 വീണ്ടും അഹായ് പ്രവാചകൻ, സഖരിയ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത് വീണ്ടും ദേവാലയ പണി വീണ്ടും തുടങ്ങുവാനിടയായി തീർന്നു. BC 516 യെരുസലേം ദേവാലയം പണി പൂർത്തിയാക്കപ്പെടുവാനിടയായി തീർന്നു. BC 478 എസ്തർ രാജ്ഞി പേർഷ്യ രാജ്യത്തിന്റെ റാണിയായി അല്ലെങ്കിൽ രാജ്ഞിയായി അവൾ സ്ഥാനക്കയറ്റം അഹസ്വേരോസ് രാജാവിന്റെ ഭാര്യയായി മാറി, രാജ്ഞിയായി അവൻ മാറി. BC 457 എസ്രാ പ്രമാണി ബാബിലോണിൽ ഇരുന്ന് യെരുസലേമിലേക്ക് ചെല്ലുകയാണ്. BC 444 നെഹെമ്യാവ് യെരുസലേമിൽ ചെന്ന് യെരുസലേമിന്റെ മതിലുകളെ അവൻ പണിയുവാനിടയായി തീർന്നു. BC 432 നെഹെമ്യ യെരുസലേമിൽ പണി പൂർത്തീകരിച്ചിട്ട് വീണ്ടും ബാബിലോണിലേക്ക് അവൻ മടങ്ങി വരുവാനിടയായി തീർന്നു. അങ്ങനെ ഇസ്രായേൽ ജനം മുഴുവനും ബാബിലോണിൽ നിന്ന് അവിടെ അടിമത്വകാലമായ 70 വർഷം കഴിഞ്ഞിട്ട് ഇസ്രായേൽ ദേശത്ത് പാർത്ത് യെരുസലേമിൽ അവർ ആസ്ഥാനമാക്കിക്കൊണ്ട് ദൈവത്തെ അവർ വീണ്ടും ആരാധിച്ചു കൊണ്ടിരുന്നു. ആ കാലഘട്ടം മുതൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വരയ്ക്കും യെരുസലേം ദേവാലയം ഉണ്ടായിരുന്നു, ആരാധനകൾ ഉണ്ടായിരുന്നു. എന്നാൽ സത്യദൈവത്തെ അവർ ശരിയാവണ്ണം ആരാധിക്കാതെയും യാഗർപ്പിക്കാതെയും ഉള്ള അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഇരുണ്ട അധ്യായത്തിലാണ് യേശുക്രിസ്തുവിന്റെ കാലം കടന്നു വരുവാൻ തീർന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം അത്തിയായ യഹൂദൻ എങ്ങനെയാണ് തെളിർത്തു വന്ന് എന്നുള്ളതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഞാൻ ഇത്രയും ചരിത്ര പശ്ചാത്തലം മുഴുവനും വ്യക്തമായി രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത് സാധാരണ ജനങ്ങളും മറ്റുള്ളവരും അറിഞ്ഞ് യേശുവിന്റെ വരവെടുത്തിരിക്കുന്നു, വേദപുസ്തകം സത്യമാണ് എന്നുള്ളതിനെ തെളിയിക്കുവാൻ വേണ്ടിയാണ് ഈ ചരിത്ര ഭാഗങ്ങളൊക്കെയും വിശദീകരിക്കാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനം, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ആദ്യ ഫലം, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ആദ്യ ജാതൻ. അതുകൊണ്ട് ദൈവവചനം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇസ്രായേൽ ജനത്തിനു വേണ്ടി, ഇസ്രായേൽ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് സങ്കീർത്തന പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആകയാൽ ഈ നാളുകളിൽ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇസ്രായേലിന്റെ സമാധാനത്തിനായി നമുക്ക് യാചിക്കാം, ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ഇവയൊക്കെ കാണുമ്പോൾ, അത്യതിൽക്കുന്നത് കാണുമ്പോൾ, ഇസ്രായേൽ ജനത്തിന്റെ വളർച്ച യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് അത് മുന്നറിയിപ്പായിരിക്കുന്ന സത്യം ഗ്രഹിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ദൈവം നാൾ ഇടയാകട്ടെ. ദേവദാസന്മാരായി നമുക്ക് ഒരുങ്ങാം, ദൈവസഭയെ നമുക്ക് ഒരുങ്ങാം. ഈ സത്യം ഗ്രഹിക്കാത്ത ദൈവജനത്തോട് രക്ഷിക്കപ്പെടാത്തവരോട് ഒരു കാര്യം ആഹ്വാനം ചെയ്യുന്നു. വേദപുസ്തകം, സത്യവേദപുസ്തകം വള്ളിയും പുള്ളിയും തെറ്റാതെ സത്യമായി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യം യഹൂദൻ എന്നുള്ള പദത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനാകെ സത്യത്തെ ഗ്രഹിക്കുന്ന ജനം തിരുവചനത്തെ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വചനത്തെ അനുസരിച്ച് അവന്റെ വരവനായി ഒരുങ്ങുവാൻ ഈ നാളുകൾ നിങ്ങളും ഒരുങ്ങേണ്ടതിന് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ദൈവം നമ്മെ കാത്ത് പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇവിടെ എന്റെ വാക്കുകൾ കുത്തിടുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും യഹോവ നമ്മെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. മാരനാഥ. May God bless you.